Good afternoon. Responsible. Good afternoon. Good afternoon, ma'am. Okay, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ആണ് ഇതിന് എടുത്തുകൊണ്ടിരുന്നത്. അത് കംപ്ലീറ്റ് ആയി അല്ലേ? കംപ്ലീറ്റ് ആയോ? ഓക്കെ, കംപ്ലീറ്റ് ആയി. നമ്മളിനി നെക്സ്റ്റ് ചാപ്റ്റർ 6 ആണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഗ്രീവിയൻസ് ഹാൻഡ്ലിംഗ്, ഡിസിപ്ലിൻ, എംപ്ലോയി സേഫ്റ്റി ആൻഡ് ഹെൽത്ത് കേട്ടോ. 6th ചാപ്റ്റർ ആണ്. ഗ്രീവിയൻസ് ഹാൻഡ്ലിംഗ്, ഡിസിപ്ലിൻ, എംപ്ലോയി സേഫ്റ്റി ആൻഡ് ഹെൽത്ത്. ഓക്കെ, ഇപ്പൊ ജസ്റ്റ് നമുക്ക് എന്താണ് ഒരു ഗ്രീവിയൻസ് എന്ന് പറഞ്ഞാൽ എന്താ? എന്താണ് ഒരു ഗ്രീവിയൻസ്? ഗ്രീവിയൻസ് എന്ന് പറഞ്ഞാൽ എന്താ? എന്താണ് ഒരു ഗ്രീവിയൻസ് എന്ന് പറഞ്ഞാല്? കേട്ടിട്ടുണ്ടോ? പേര് കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ഈ ഒരു ടേം കേട്ടിട്ടുണ്ടോ? ആരും കേട്ടിട്ടില്ല? കേട്ടിട്ടില്ല. ഓക്കെ, രേവതി കേട്ടിട്ടില്ല. ഗ്രീവിയൻ റിഡ്രസൽ സംവിധാനങ്ങളൊക്കെ സ്ഥാപനങ്ങളിൽ ഓർഗനൈസേഷനിൽ ഉണ്ടാവുന്നതൊക്കെ കേട്ടിട്ടുണ്ടോ? ഗ്രീവിയൻസ് എന്ന് പറഞ്ഞാൽ എന്താ? പരാതികൾ തന്നെയാണ്. പരാതി, അതുമായി ബന്ധപ്പെട്ട എങ്ങനെ നമുക്ക് എന്താണ് ഒരു ഗ്രീവിയൻസ്? ആദ്യം നമ്മൾ അതാ പഠിക്കുന്നത്. ഗ്രീവിയൻസുമായി ബന്ധപ്പെട്ട ഒരു എംപ്ലോയിയുമായി ബന്ധപ്പെട്ട പരാതികൾ എന്തൊക്കെയാണ്, എങ്ങനെ പരാതികൾ, ഏതൊക്കെ സോഴ്സസിലൂടെ പരാതികൾ അതിന്റെ ഉറവിടങ്ങൾ എന്തൊക്കെയാണ്, അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈ ഒരു പരാതി കൈകാര്യം ചെയ്യുന്നതിന് അല്ലെങ്കിൽ മാനേജ് ചെയ്യുന്നതിന് എന്തൊക്കെ പ്രൊസീജിയേഴ്സ് നമുക്ക് ഉപയോഗിക്കാം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പഠിക്കുന്നത്. അപ്പൊ ഏതൊരു സ്ഥാപനത്തെ സംബന്ധിച്ചും അവിടുത്തെ എംപ്ലോയീസിന് ചില പരാതികൾ ഉണ്ടാകും ഇല്ലേ? അപ്പൊ ഗ്രീവിയൻസ് ശരിക്കും ഒരു ഫോർമൽ ആയിട്ടുള്ള ഒരു കംപ്ലൈന്റ് ആണ്. അപ്പൊ ഈ ഒരു ഗ്രീവിയൻസ് അല്ലെങ്കിൽ പരാതികളില് പരിഹരിക്കുന്നതിലൂടെയാണ് ആ ഒരു സ്ഥാപനത്തിനെ നമുക്ക് നല്ല രീതിയിൽ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പൊ ഒരു പരാതിയുള്ള അല്ലെങ്കിൽ ഒരു കംപ്ലൈന്റ് ഉള്ള എംപ്ലോയി ആണെങ്കിൽ അവർ വളരെ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കില്ല. അതുകൊണ്ട് തന്നെ അവർ നല്ല എഫക്റ്റീവ് ആയിട്ട് പെർഫോം ചെയ്യണമെങ്കിൽ അവരുടെ പരാതികൾ കൃത്യമായ സൊല്യൂഷൻസിലൂടെ അത് പരിഹരിച്ചു നൽകുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഗ്രീവിയൻസ് റിഡ്രസൽ സംവിധാനങ്ങളൊക്കെ, പരാതി പരിഹാര സംവിധാനങ്ങളൊക്കെ മിക്ക ഓർഗനൈസേഷൻസിലും അവര് ഇംപ്ലിമെന്റ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ നടപ്പിലാക്കാറുണ്ട്. അപ്പൊ ആദ്യം നമ്മൾ പഠിക്കുന്നത് എംപ്ലോയീസുമായി ബന്ധപ്പെട്ട ഗ്രീവിയൻസ് അല്ലെങ്കിൽ പരാതികൾ എന്തൊക്കെയാണ്, അതുമായി ബന്ധപ്പെട്ട കുറച്ച് ഡെഫിനിഷൻസ് പഠിക്കുന്നുണ്ട്. അതിനുശേഷം അതിന്റെ ഏതൊക്കെ ഗ്രീവിയൻസ് ഫോമുകൾ ഉണ്ട്, അതിന്റെ സോഴ്സസ് എങ്ങനെയാണ്, അതൊക്കെയാണ് നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്നത്. ഓക്കെ, സോ ദ ഫസ്റ്റ് വൺ ആണ് എംപ്ലോയി ഗ്രീവിയൻസസ്. എംപ്ലോയീസിന്റെ അല്ലെങ്കിൽ ജീവനക്കാരുടെ പരാതികൾ. നോക്കിയേ, അതിന്റെ മീനിങ് എന്താണ്? ഒരു എംപ്ലോയീസുമായി ബന്ധപ്പെട്ട ഗ്രീവിയൻസ്, അതിന്റെ മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് ഗ്രീവിയൻസ് ആണ് ആദ്യം. മീനിങ്സ്, അതിന്റെ അർത്ഥം, അതുപോലെ തന്നെ അതിന്റെ ഡെഫിനിഷൻസ് അല്ലെങ്കിൽ നിർവചനങ്ങളുമാണ് ഫസ്റ്റ് പറയുന്നത് കേട്ടോ. The grievance can be referred to as a feeling of discontentment and dissatisfaction that an employee has regarding his employment. ഒന്നല്ലേ ചെയ്തിട്ടേ, grievance can be referred to as, എന്താണ് ഒരു grievance എന്ന് പറയുന്നത്? As a feeling of discontentment and dissatisfaction that an employee has regarding his employment. ആ ഒരു എംപ്ലോയിക്ക് അല്ലെങ്കിൽ ഒരു തൊഴിലാളിക്ക് അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട് അവർക്ക് എന്തെങ്കിലും ഒരു അസംതൃപ്തിയോ അല്ലെങ്കിൽ അസന്തുഷ്ടതയോ ഫീൽ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വികാരത്തെയാണ് ശരിക്കും ഗ്രീവിയൻസ് എന്ന് പറയുന്നത് അല്ലെ? നമ്മളാണെങ്കിലും ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമുക്ക് അവിടെ എന്തെങ്കിലും ഡിസാറ്റിസ്ഫാക്ഷൻ തോന്നണം അല്ലെ? അസംതൃപ്തിയായിട്ടുള്ള ഒരു ഫീലിംഗ് വരാം, അല്ലെങ്കിൽ ഡിസ്കണ്ടന്റ്മെന്റ്, ഒരു അസന്തുഷ്ടത, ഒരു സന്തോഷമായിട്ടുള്ള ഒരു ഫീലിംഗ് നമുക്ക് വരുന്നില്ല. അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് ഒരു ഗ്രീവിയൻസ്, ആ ഒരു ഫീലിങ്ങിനെയാണ് നമ്മൾ ശരിക്കും ഗ്രീവിയൻസ് എന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടതാണ് ഒരു എംപ്ലോയിക്ക് അവരുടെ എംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന ഒരു ഫീലിങ്സ് അല്ലെങ്കിൽ വികാരം. അത് ഒരു അസംതൃപ്തമായിട്ടുള്ളതോ അല്ലെങ്കിൽ അസന്തുഷ്ടമായിട്ടുള്ളതോ ഒരു വികാരത്തെയാണ് നമ്മൾ
ഗ്രീവിയൻസ് അല്ലെങ്കിൽ പരാതി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. When an employee has a complaint or is neglected, ഇപ്പൊ നമുക്കൊരു പരാതിയുണ്ട്, നമ്മൾ അത് ബന്ധപ്പെട്ട മാനേജേഴ്സിനോടോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആളുകളോടോ അത് പറഞ്ഞു, എനിക്ക് ഇന്ന രീതിയിലുള്ള ഒരു പരാതിയുണ്ട് എന്ന് പറഞ്ഞിട്ട് പോലും അതവിടെ അവഗണിക്കപ്പെടുകയാണെങ്കിൽ, അതായത് അവരുടെ പരാതി പരിഗണിക്കുന്നില്ല, അതവിടെ അവഗണിക്കപ്പെടുകയാണെങ്കിൽ then a feeling of injustice and discrimination arises in an employee. ഒരു എംപ്ലോയിയുടെ മനസ്സിൽ, നമുക്കാണെങ്കിലും നമ്മുടെ മനസ്സിൽ എന്ത് തോന്നും? എല്ലാവരെയും ഒരുപോലെ അവർ കാണുന്നില്ല. കുറച്ചു പേര് പരാതി പറയുമ്പോൾ അവനത് എന്താണ് മുഖവില് കിടക്കുന്നുണ്ട്, അതിനനുസരിച്ച് സൊല്യൂഷൻസ് കാണുന്നുണ്ട്. അപ്പൊ അല്ലാതെ നമ്മളൊക്കെ ചെന്ന് പറയുന്ന സമയത്ത് അവരത് അവഗണിക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ ആ അവഗണിക്കുമ്പോൾ ആ എംപ്ലോയിക്ക് എന്ത് ഫീലിംഗ് ആണ് ഉണ്ടാകുന്നത്? ഇൻജസ്റ്റിസ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ, അല്ലെ? ഒരു അനീതി അല്ലെങ്കിൽ എന്താണ്, ഒരു വിവേചനം അവരുടെ ഭാഗത്ത് നിന്നും ഈ ഒരു എംപ്ലോയിക്ക് ഫീൽ ചെയ്യുകയാണ്. ദാറ്റ് അറൈസസ് ഇൻ ആൻ എംപ്ലോയി. ഇപ്പൊ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഗ്രീവിയൻസ് എന്ന് പറഞ്ഞാൽ refer to as a feeling of discontentment and dissatisfaction. ഒരു അസന്തുഷ്ടത അല്ലെങ്കിൽ ഒരു അസംതൃപ്തിയുമായി ബന്ധപ്പെട്ട ഒരു വികാരമാണ് that an employee has regarding his employment. ഒരു എംപ്ലോയിക്ക് അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന ഒരു അസംതൃപ്തി അല്ലെങ്കിൽ ഒരു അസന്തുഷ്ടത ആണ്, അതുമായി ബന്ധപ്പെട്ട ഒരു വികാരം അല്ലെങ്കിൽ ഒരു ഫീലിംഗ് ആണ് ഗ്രീവിയൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ when an employee has a complaint, ഒരു എംപ്ലോയിക്ക് ഒരു കംപ്ലൈന്റ് ഉണ്ട്, ഒരു പരാതിയുണ്ട്, and is neglected, ആ ഒരു പരാതി അവരത് ബന്ധപ്പെട്ട ആളുകളോട് പറഞ്ഞെങ്കിൽ പോലും അവർ ആ ഒരു പരാതിയെ അവഗണിക്കുന്നു, നെഗ്ലക്ട് ചെയ്യുന്നു, അത് കൃത്യമായിട്ട് അത് പരിഗണക്കെടുക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ആ എംപ്ലോയിയുടെ മനസ്സിൽ എന്ത് ഫീലിംഗ് ആണ് ഉണ്ടാവുന്നത്? ഇൻജസ്റ്റിസ്, അല്ലെ? അന്യായമായിട്ടുള്ള ഒരു ഫീലിംഗ്, അല്ലെങ്കിൽ ന്യായമായിട്ടുള്ള ഒരു കാര്യം എനിക്ക് കിട്ടിയിട്ടില്ല, എനിക്ക് ആ ഒരു ന്യായം അവിടെ കിട്ടിയില്ല, ഒരു ഇൻജസ്റ്റിസ് എന്നൊരു ഫീലിംഗ്. അതുപോലെ തന്നെ ഒരു വിവേചനം, മറ്റ് എംപ്ലോയീസിന് ചെയ്തു കൊടുക്കുക, അല്ലെങ്കിൽ അവരുടെ പരാതികൾ അവർ ഉൾക്കൊള്ളുന്നുണ്ട്, എന്റെ പരാതികൾ അവിടെ മുഖവിലേക്ക് എടുക്കുന്നില്ല അല്ലെങ്കിൽ അവഗണിക്കപ്പെടുന്നു എന്നൊരു വിവേചനവും ആ എംപ്ലോയിയുടെ മനസ്സിൽ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ ഒരു ഫീലിംഗ് അവരില് എന്ത് ചെയ്യുന്നു? അവിടെ വളർന്നു വരികയാണ് ചെയ്യുന്നത്. When this feeling grows up, it takes the form of grievance. അപ്പൊ ഈ ഒരു ഫീലിംഗ് ഇങ്ങനെ വളർന്നു അതൊരു ഗ്രീവിയൻസ് എന്ന രൂപത്തിലേക്ക് മാറുകയാണ് ചെയ്യുക. Thus it is essential to deal with dissatisfaction. അതുകൊണ്ട് തന്നെ വളരെ അത്യാവശ്യമായിട്ട് കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണ് ഡിസ്സാറ്റിസ്ഫാക്ഷൻ. നമുക്കൊരു എംപ്ലോയിക്ക് ഒരു അസംതൃപ്തി എന്തെങ്കിലും കാര്യത്തിൽ ഉണ്ടായാൽ അത് കൃത്യമായിട്ട് വളരെ കാര്യക്ഷമമായിട്ട് അത് കൈകാര്യം ചെയ്ത് അത് മാറ്റുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫോർ ഡൂയിങ് ദിസ്, ഓർഗനൈസേഷൻ ഷുഡ് ടേക്ക് ഇൻ ടു കൺസിഡറേഷൻ ഗ്രീവിയൻസ് മാനേജ്മെന്റ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങള് കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാനും കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അവരുടെ പ്രോബ്ലംസ് മനസ്സിലാക്കാനും അതിനനുസരിച്ച് സൊല്യൂഷൻ ഒക്കെ കണ്ടെത്തി നൽകാനും വേണ്ടി ഓർഗനൈസേഷൻ പരിഗണിക്കുന്ന ഒരു കാര്യമാണ് ഗ്രീവിയൻസ് മാനേജ്മെന്റ്. ഗ്രീവിയൻസ് മാനേജ്മെന്റ് എന്താണെന്നുള്ളതാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒന്നുകൂടി പറയാം, കിട്ടാത്തവരുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. അപ്പൊ ഗ്രീവിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഫീലിംഗ് ആണ്. എന്താണ്? ഡിസ്കണ്ടന്റ്മെന്റ് ആൻഡ് ഡിസാറ്റിസ്ഫാക്ഷൻ ദാറ്റ് ആൻ എംപ്ലോയി ഹാസ് റിഗാർഡിംഗ് ഹിസ് എംപ്ലോയ്മെന്റ്. ഒരു എംപ്ലോയിക്ക് അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന എന്തെങ്കിലും അസംതൃപ്തിയോ അല്ലെങ്കിൽ ഒരു അസന്തുഷ്ടതയോ ആണ്, അതുമായി ബന്ധപ്പെട്ട ഒരു ഫീലിംഗ് അല്ലെങ്കിൽ ഒരു വികാരമാണ് ഗ്രീവിയൻസ് എന്ന് പറയുന്നത്. ഒരു എംപ്ലോയി ഒരു കംപ്ലൈന്റ് പോയി പറയുമ്പോൾ അതവിടെ അവഗണിക്കുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു കംപ്ലൈന്റ് പരിഗണിക്കുന്നില്ല എങ്കിൽ അവരുടെ മനസ്സിൽ എന്ത് ഫീൽ വരുന്നു? ഒരു അനീതി, അതുപോലെ ഒരു വിവേചനം എന്നുള്ളൊരു ഫീലിംഗ് അവരുടെ മനസ്സിൽ വർദ്ധിച്ചു വരികയാണ്. അത് പിന്നീട് ആ ഒരു ഫീലിംഗ് വർദ്ധിച്ച് അതെന്തിലേക്ക് മാറും? ആ ഒരു ഗ്രീവിയൻസ് എന്ന രീതിയിലേക്ക് മാറുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ, ഒരു അസംതൃപ്തി ഏതൊരു എംപ്ലോയിക്കും അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ടുണ്ടായാൽ അത് കൈകാര്യം ചെയ്യേണ്ടത് വളരെ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാനും അതിന് നല്ല രീതിയിലുള്ള സൊല്യൂഷൻസ് അല്ലെങ്കിൽ അതിനെതിരെ ആ ഒരു കംപ്ലൈന്റിനെതിരെ റെസ്പോണ്ട് ചെയ്യാനും വേണ്ടിയിട്ട് ഒരു മാനേജ്മെന്റ്, എപ്പോഴും ഒരു ഓർഗനൈസേഷൻ പരിഗണിക്കുന്ന ഒരു കാര്യമാണ് ഗ്രീവിയൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇത്രയും ക്ലിയർ ആണോ? ഇത്രയും ഓക്കെ ആണോ? Okay. Then next one, എന്താണ് ഗ്രീവിയൻസ് മാനേജ്മെന്റ് എന്നുള്ളതാണ്. ഗ്രീവിയൻസ് മാനേജ്മെന്റ് is the process through which the managers
deals with the grievance of his employees during his service. അതായത് അവരുടെ എംപ്ലോയീസ് അവരുടെ സർവീസിൽ ഇരിക്കുന്ന സമയത്തോളം അവരുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള ഗ്രീവിയൻസ് അല്ലെങ്കിൽ പരാതികളും കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുക. ആര് കൈകാര്യം ചെയ്യുക? വിച്ച് മാനേജർ, അല്ലെ? ആ മാനേജർ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാനുള്ളൊരു പ്രൊസീജിയർ ആണ് ഗ്രീവിയൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ആ ഗ്രീവിയൻസ് മാനേജ്മെന്റ് എന്താണെന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. ഗ്രീവിയൻസ് മാനേജ്മെന്റ് is the procedure through which the manager deals with the grievance of his employees during his service. Employees അവരുടെ സർവീസിലുടനീളം അവരുടെ സർവീസുമായി ബന്ധപ്പെട്ട അവർക്കുണ്ടാകുന്ന എല്ലാ പരാതികളും മാനേജേഴ്സിന് കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രൊസീജിയേഴ്സിനെയാണ് നമ്മുടെ ഗ്രീവിയൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഗ്രീവിയൻസ് മാനേജ്മെന്റ് make it possible to identify prospective problems of the employees. Without grievance management, it is impossible for the management to deal with employees' problem and respond to them. But even a grievance management make it possible to identify prospective problems of the employee. For grievance management എന്ത് ചെയ്യും? അതായത് സാധ്യമായിട്ടുള്ള, അതായത് പോസിബിൾ ആയിട്ടുള്ള, ഇപ്പൊ ഒരു എംപ്ലോയിയുമായി ബന്ധപ്പെട്ട് സാധ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വരാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ, അവർക്ക് കംപ്ലൈന്റ്സ് വരാം, അതിൽ നിന്ന് കംപ്ലൈന്റുകൾ വരാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ എന്താണെന്നൊക്കെ സാധ്യമാണെങ്കിൽ അത് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഗ്രീവിയൻസ് മാനേജ്മെന്റ് സഹായിക്കുന്നുണ്ട്. അതുപോലെ ഈ ഒരു ഗ്രീവിയൻസ് മാനേജ്മെന്റ് ഇല്ല എങ്കിൽ ദിസ് ഇമ്പോസിബിൾ ഫോർ ദ മാനേജ്മെന്റ് ടു ഡീൽ വിത്ത് എംപ്ലോയി പ്രോബ്ലം ആൻഡ് റെസ്പോണ്ട് ടു ദം. അപ്പൊ ഈ ഒരു ഗ്രീവിയൻസ് മാനേജ്മെന്റ് ഒരു ഓർഗനൈസേഷനിൽ ഇല്ല എങ്കിൽ അവിടുത്തെ എംപ്ലോയീസുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് എന്താണെന്ന് കണ്ടെത്താനോ അത് കൈകാര്യം ചെയ്യാനോ അതിന് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ റെസ്പോൺസ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രതികരിക്കാനൊന്നും ആ ഒരു മാനേജ്മെന്റിന് സാധ്യമായിരിക്കില്ല. സോ ദ ഗ്രീവിയൻസ് മാനേജ്മെന്റ് പ്ലേസ് ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ മേക്കിംഗ് ഓർഗനൈസേഷണൽ വർക്കിംഗ് റിലേഷൻഷിപ്പ് എഫക്റ്റീവ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഗ്രീവിയൻസ് മാനേജ്മെന്റ് ഏതൊരു സ്ഥാപനത്തിലും ഉണ്ട് എങ്കിൽ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റോൾ അത് എന്ത് ചെയ്യുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്. ആൻഡ് ഇൻ മേക്കിംഗ് ഓർഗനൈസേഷണൽ വർക്കിംഗ് റിലേഷൻഷിപ്പ് എഫക്റ്റീവ്. ആ ഓർഗനൈസേഷനിലെ പ്രവർത്തനപരമായിട്ടുള്ള നല്ലൊരു റിലേഷൻഷിപ്പ് അവിടെ മാനേജേഴ്സ് തമ്മിൽ എംപ്ലോയീസിനിടയിലൊക്കെ നല്ലൊരു വർക്കിംഗ് റിലേഷൻഷിപ്പ് കൃത്യമായിട്ട് വളരെ കാര്യക്ഷമമായിട്ട് നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് സഹായിക്കുന്നുണ്ട്? ഈ ഗ്രീവിയൻസ് മാനേജ്മെന്റ് സഹായിക്കുന്നുണ്ട്. ഒരു ഫസ്റ്റ് പാരഗ്രാഫില് എന്താണ് ഗ്രീവിയൻസ് എന്ന് പറഞ്ഞു. ഗ്രീവിയൻസ് എന്ന് പറഞ്ഞത് ഒരു ഫീലിംഗ് ആണ്, അല്ലെ? ഒരു എംപ്ലോയിക്ക് അവരുടെ എംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഒരു വികാരം, അതൊരു അസംതൃപ്തിയാവാം അല്ലെങ്കിൽ അസന്തുഷ്ടതയാവാം. അങ്ങനെ ഒരു വികാരത്തെയാണ് നമ്മുടെ ഗ്രീവിയൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു എംപ്ലോയി ഒരു പരാതി കൊടുക്കുമ്പോൾ അത് അവിടെ അവഗണിക്കപ്പെടുകയാണ് ചെയ്യുന്നതെങ്കിൽ ആ എംപ്ലോയിയുടെ മനസ്സിൽ ഒരു അന്യായമായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു വിവേചനമൊക്കെ എന്ത് ചെയ്യുന്നു, ആ ഒരു ഫീലിംഗ് ഉടലെടുക്കുന്നു. അത് പിന്നീട് വളർന്ന് ഗ്രീവിയൻസ് എന്ന രീതിയിലേക്ക് മാറുന്നു. ദെൻ അതുകൊണ്ട് തന്നെ ഈ ഒരു അവിടെയുള്ള ഓരോ എംപ്ലോയീസിനും ഇങ്ങനെ ഒരു ഫീലിംഗ് വന്നു, ഇതൊരു ഡിസാറ്റിസ്ഫാക്ഷൻ, ഒരു അസംതൃപ്തി അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട് വന്നാൽ അത് ഉടനെ കൈകാര്യം ചെയ്യേണ്ടത് വളരെ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു ഓർഗനൈസേഷന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് ആവശ്യമായിട്ട് അവർ പരിഗണിക്കുന്ന ഒരു കാര്യമാണ് ഗ്രീവിയൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഗ്രീവിയൻസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ആ ഓർഗനൈസേഷനിലെ മാനേജേഴ്സിന് അവരുടെ എംപ്ലോയീസുമായി ബന്ധപ്പെട്ട് ആ എംപ്ലോയീസ് ചെയ്യുന്ന അവരുടെ സർവീസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും പരാതികളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിനെ പരിഹരിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അതിനെ മാനേജേഴ്സിനെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രൊസീജിയേഴ്സ് ആണ് ഗ്രീവിയൻസ് മാനേജ്മെന്റ് പ്രോസസ് എന്ന് പറയുന്നത്. ആ ഒരു ഗ്രീവിയൻസ് മാനേജ്മെന്റ് വഴി നൽകുന്ന പ്രൊസീജിയേഴ്സിലൂടെ അവിടുത്തെ മാനേജേഴ്സിന് അവിടുത്തെ എംപ്ലോയീസിന് കൃത്യമായിട്ട് അവരുടെ സാധ്യമായിട്ടുള്ള വരാനിരിക്കുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവർക്ക് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും അവർക്ക് പ്രധാനമായിട്ട് ഒരു കംപ്ലൈന്റ് ആയിട്ട് വരാൻ പോകുന്നത്, അതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാനും അത് കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാനൊക്കെ കണ്ടെത്താനൊക്കെ സാധ്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു ഓർഗനൈസേഷനിൽ ഇതുപോലെ ഒരു ഗ്രീവിയൻസ് മാനേജ്മെന്റ് ഇല്ല എങ്കിൽ ആ അവിടുത്തെ മാനേജേഴ്സിന് അവരുടെ പ്രശ്നങ്ങൾ കണ്ടെത്താൻ ബുദ്ധിമുട്ടായിരിക്കും. അവരുമായി ബന്ധപ്പെട്ട എന്താണ് ആ ഒരു പ്രശ്നം കണ്ടെത്തുകയും അത് കൈകാര്യം ചെയ്യാനും അതിനനുസരിച്ചുള്ള റെസ്പോൺസ് അല്ലെങ്കിൽ പ്രതികരണം കൊടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ദെൻ അതുകൊണ്ട് തന്നെ ഒരു ഗ്രീവിയൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ആ ഓരോ ഓർഗനൈസേഷനിലും നല്ലൊരു വർക്കിംഗ് റിലേഷൻഷിപ്പ് വളരെ കാര്യക്ഷമമായിട്ട് നിലനിർത്തുന്നതിന് വേണ്ടി സഹായിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്ന് കൂടിയാണ് ഗ്രീവിയൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഫസ്റ്റ് പാരഗ്രാഫ് വേഗം ഒന്ന് വായിച്ചു നോക്കി.
ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഫസ്റ്റ് പാരഗ്രാഫ്. നെക്സ്റ്റ് ഇനി നമ്മള് കുറച്ച് ഡെഫിനിഷൻസ് ആണ് പഠിക്കുന്നത് ഗ്രീവിയൻസിന്റെ കേട്ടോ. അപ്പൊ അതില് അക്കോർഡിംഗ് ടു കെൽത്ത് ഡേവിസ് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു ഡെഫിനിഷൻ ആണ്. ആ ഡെഫിനിഷൻസ് നിങ്ങൾ ഒന്ന് നോക്കാട്ടെ, അത് ആരാണ് പറഞ്ഞിരിക്കുന്നത്. 4 ഡെഫിനിഷൻസ് കൊടുത്തിട്ടുണ്ട്, 4 നോക്കി വെക്കണം കേട്ടോ. അപ്പൊ അത് ആരുടെ ഡെഫിനിഷൻ ആണെന്നും അതിൽ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഡെഫിനിഷൻ ബൈഹാർട്ടൊന്നും ചെയ്യേണ്ട, മനസ്സിലാക്കി വെച്ച് പഠിച്ചാൽ മതി. Okay. According to Kelt Davis, the grievance is any real or imagined feeling of personal injustice which an employee has concerning his employment relationship. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് ഗ്രീവിയൻസ് എന്ന് പറഞ്ഞാൽ is any real or imagined feeling, അതായത് യഥാർത്ഥത്തിലോ അല്ലെങ്കിൽ ഇമാജിൻഡ് ആയിട്ടുള്ള എന്താണ് സാങ്കല്പികമായിട്ടുള്ള ഒരു തോന്നലാണ് ഓഫ് ഫീലിംഗ് ഓഫ് പേഴ്സണൽ ഇൻജസ്റ്റിസ്, ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു അനീതി എന്നൊരു ഫീലിംഗ് ഉണ്ടാവുക which an employee has concerning his employment relationship. ഒരു എംപ്ലോയിക്ക് അവരുടെ എംപ്ലോയ്മെന്റ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ തൊഴിൽ ബന്ധവുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുന്ന ഒരു ഫീലിംഗ് ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അത് യഥാർത്ഥത്തിലുള്ളതാവാം അല്ലെങ്കിൽ സാങ്കല്പികമായിട്ട് അവർക്ക് ഫീലിംഗ് ഓഫ് പേഴ്സണൽ ഇൻജസ്റ്റിസ്. എന്ത് ഫീലിംഗ് ആണ്? വ്യക്തിപരമായിട്ടൊരു അനീതി എന്നൊരു ഫീലിംഗ് അല്ലെങ്കിൽ ഒരു വികാരം ഉണ്ടാകുന്നതിനെയാണ് ഗ്രീവിയൻസ് എന്നാണ് കെൽത്ത് ഡേവിസ് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഡെഫിനിഷനിൽ എന്താ പറയുന്നത്? ഗ്രീവിയൻസ് ഈസ് എനി റിയൽ ഓർ ഇമാജിൻഡ് ഫീലിംഗ് ഓഫ് personal injustice which an employee has concerning his employment relationship. ഒരു എംപ്ലോയിക്ക് അവരുടെ എംപ്ലോയ്മെന്റ് റിലേഷൻഷിപ്പ്, അവരുടെ തൊഴിൽപരമായിട്ടുള്ള ബന്ധവുമായി അല്ലെങ്കിൽ തൊഴിലുമായി ബന്ധപ്പെട്ട ബന്ധവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട് അവർക്ക് ഒരു യഥാർത്ഥത്തിലുള്ളതാവാം അല്ലെങ്കിൽ സാങ്കല്പികമായിട്ട് ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു അനീതി എന്നൊരു വികാരം ഉണ്ടാകുന്നതിനെയാണ് ഗ്രീവിയൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഏതൊരു വ്യക്തി അവരുടെ തൊഴിൽ നന്നായിട്ട് നല്ല രീതിയിലൊരു ജോലി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, അവിടെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും നമുക്ക് ഫേവറബിൾ ആണെങ്കിൽ അവിടെ ഒരു പരാതിയോ അല്ലെങ്കിൽ ഒരു ഗ്രീവിയൻസോ ഉണ്ടാവോ? നമുക്ക് ഫേവറബിൾ ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും എങ്കിൽ അവിടെ ഒരു ഗ്രീവിയൻസ് ഉണ്ടാവോ? ഇല്ല, അല്ലെ? പക്ഷെ ഇവിടെ ഏതൊരു എംപ്ലോയിക്കും അവരുടെ തൊഴിൽ ബന്ധവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ തൊഴിലുമായി ബന്ധപ്പെട്ട് ഒരു പേഴ്സണൽ ഇൻജസ്റ്റിസ്, ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു അനീതി, അതിപ്പോ ചിലപ്പോൾ യഥാർത്ഥത്തിലുള്ളതാവാം അല്ലെങ്കിൽ അവർക്ക് സാങ്കല്പികമായിട്ട് തോന്നുന്നതുമാവാം. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഇൻജസ്റ്റിസ്, ഒരു വ്യക്തിപരമായ ഒരു അനീതി ഉണ്ട് എന്നവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഗ്രീവിയൻസ് എന്ന് പറയുന്നത് എന്നാണ് കെൽത്ത് ഡേവിസ് പറയുന്നത്. ക്ലിയർ ആണോ? അദ്ദേഹത്തിന്റെ ഡെഫിനിഷൻ മനസ്സിലായോ? നെക്ക് ഡിഫറൻസ് ഒക്കെ മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ, ബൈഹാർട്ടൊന്നും ചെയ്യണ്ട. ഇത് ആരുടെ ഡെഫിനിഷൻ ആണെന്നൊന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇങ്ങനെ ചോദിക്കാം, ഈ ഒരു ഡെഫിനിഷൻ അങ്ങനെ തന്നിട്ട് ഇത് ആരുടെ ഡെഫിനിഷൻ ആണ്, താഴെ പറയുന്നവർ ആരുടെ ഡെഫിനിഷൻ ആണ് ഇത് എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ പേര് എഴുതാൻ ഒന്ന് അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ സെലക്ട് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അത്രയും രീതിയിൽ ചെയ്താൽ മതി കേട്ടോ. രണ്ടാമത്തെ ഡെഫിനിഷൻ ആണ് അക്കോർഡിംഗ് ടു ചെറിയ ഡെഫിനിഷൻസ് ആണ് കൂടുതലും ചോദിച്ചു കണ്ടിരിക്കുന്നത്. ഇത്തിരി വലിയ ലെങ്തി ആയിട്ടുള്ള ഡെഫിനിഷൻസ് ഒന്നും സാധാരണ അങ്ങനെ ചോദിക്കാറില്ല കേട്ടോ. Then second definition പറയുന്നത് according to Professor Jusius, the grievance is any discontent or dissatisfaction, whether expressed or not, whether valid or not, arising out of anything concerned with the company that an employee thinks, believes or even feels is unfair, unjust or inequitable. But ഇവിടെയും എല്ലാത്തിന്റെയും മീനിങ് ഒന്ന് തന്നെയാണ്, പല രീതിയിൽ പറഞ്ഞിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇവിടെയും പ്രൊഫസർ ജൂഷ്യസ് പറയുന്നത് ഗ്രീവിയൻസ് എന്ന് പറഞ്ഞാൽ is any discontent or dissatisfaction, ഏതെങ്കിലും ഒരു അസന്തുഷ്ടത അല്ലെങ്കിൽ ഒരു അസംതൃപ്തിയാണ് എന്ത് ഗ്രീവിയൻസ് എന്ന് പറയുന്നത്. വെദർ എക്സ്പ്രസ്ഡ് ഓർ, ചിലപ്പോൾ അത് എന്ത് ചെയ്തിട്ടുണ്ടാവും, പ്രകടിപ്പിച്ചിട്ടുണ്ടാവാം, അല്ലാത്തവയാവാം. വെദർ വാലിഡ് ഓർ നോട്ട്, ചിലപ്പോൾ സാധുതയുള്ളതാവാം, വാലിഡ് ആവാം, അല്ലാത്തവയാവാം. അറൈസിംഗ് ഔട്ട് ഓഫ് എനിത്തിങ് കണക്റ്റഡ് വിത്ത് ദ കമ്പനി, അവരുടെ എംപ്ലോയിയുടെ എംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ അവരുടെ കമ്പനിയുമായി കണക്റ്റഡ് ആയിട്ടുള്ള എന്തിനേയും നമുക്ക് അതായത് അവരുടെ കമ്പനിയുമായി കണക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ എംപ്ലോയീസിന്റെ തൊഴിലുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള എന്തിനേയും, വാലിഡ് ആയിട്ടുള്ളവയാവാം, അല്ലാത്തവയാവാം, പ്രകടിപ്പിച്ചിട്ടുള്ളവയാവാം, അല്ലാത്തവയാവാം, അങ്ങനെ എന്തിൽ നിന്നും വരുന്ന ഒരു ഡിസ്കണ്ടന്റ് ഓർ ഡിസാറ്റിസ്ഫാക്ഷൻ, ഒരു അസംതൃപ്തിയാണ് ഗ്രീവിയൻസ് എന്ന് പറയുന്നത്. ദാറ്റ് ആൻ എംപ്ലോയി
ചിലപ്പോ ആ ഒരു എംപ്ലോയിയുടെ തിങ്ക് ചെയ്യുക, അല്ലെങ്കിൽ അവര് ബിലീവ് ചെയ്യുക, അവര് ചിന്തിക്കുന്നതോ അവര് വിശ്വസിക്കുന്നതോ ഓർ ഈവൻ ഫീൽസ്, അല്ലെങ്കിൽ അവർക്ക് ഫീൽ ചെയ്യുന്നതോ ആയിട്ടുള്ളത് ഇത് ഇസ് അൺഫെയർ, അൺജസ്റ്റ് ഓർ ഇൻഇക്വിറ്റബിൾ. ആ ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങളില് ഒരു എംപ്ലോയിക്ക് അവർ ചിന്തിക്കുകയാണ്, അല്ലെങ്കിൽ അവർ വിശ്വസിക്കുകയാണ്, അല്ലെങ്കിൽ അവർക്കൊരു ഫീലിംഗ് ഉണ്ടാവുകയാണ് ഇത് അന്യായമാണ്, അല്ലെങ്കിൽ ഇതൊരു ഇൻജസ്റ്റിസ് ആണ്, അൺഫെയർ, ഒരു ന്യായമായിട്ടുള്ള ഒരു കാര്യമല്ല, അല്ലെങ്കിൽ ന്യായരഹിതമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് ഒരു എംപ്ലോയിക്ക് ചിന്തിക്കുകയോ അവർ വിശ്വസിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് ഫീൽ ചെയ്യുന്നതോ ആയിട്ടുള്ള, അത് ചിലപ്പോൾ പ്രകടിപ്പിച്ചിട്ടുണ്ടാവാം, ഇല്ലാത്തത് ചിലപ്പോൾ അവരുടെ മനസ്സിൽ തന്നെ വെച്ചിട്ടുണ്ടാവാം, അവർ ചിലപ്പോൾ പ്രകടിപ്പിച്ചിട്ടുണ്ടാവില്ല, ചിലപ്പോൾ വാലിഡ് ആയിട്ടുള്ളതാവാം, അല്ലാത്തതോ ആയിട്ടുള്ള ഏതൊരു അസംതൃപ്തിയെയും ഗ്രീവിയൻസ് എന്ന് പറയാവുന്നതാണ്. അപ്പോ പ്രൊഫസർ ജുസിസ് പറയുന്നത് ഗ്രീവിയൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു വ്യക്തി, അതായത് ഒരു ഇത്ര മാത്രം നിങ്ങൾ മനസ്സിലാക്കുക, ഒരു എംപ്ലോയർ, ആ എംപ്ലോയർക്ക് ആ കമ്പനിയുമായി ബന്ധപ്പെട്ട് അവര് വർക്ക് ചെയ്യുന്ന ആ ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ട് അവർ ചിലപ്പോൾ അവർ ചിന്തിക്കുന്നതാവാം, അല്ലെങ്കിൽ അവർ വിശ്വസിക്കുന്നതാവാം, അല്ലെങ്കിൽ അവർ ഫീൽ ചെയ്യുന്നതായിട്ടുള്ള കാര്യമാണ്. അതായത് എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് അവർക്കൊരു അൺഫെയർ ആണെന്ന് തോന്നുന്നു, ന്യായമല്ലാത്തൊരു കാര്യമാണ്, അല്ലെങ്കിൽ അവിടെ ഒരു കൃത്യമായിട്ട് എന്താണ് ഒരു ന്യായമോ അല്ലെങ്കിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു ന്യായരഹിതമായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്, അന്യായമായിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് എന്നൊക്കെ, അല്ലെങ്കിൽ ഒരു അനീതിയാണ് നടക്കുന്നത് എന്നൊക്കെ അവർക്ക്, അതായത് ആ ഒരു എംപ്ലോയിക്ക് അവർ ചിന്തിക്കുകയോ അല്ലെങ്കിൽ അവർ വിശ്വസിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് അത് ഫീൽ ചെയ്യുകയോ ചെയ്യുന്ന ഏതൊരു കാര്യത്തെയും, അത് ചിലപ്പോൾ അവര് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാവില്ല, ചിലപ്പോൾ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാവാം, ചിലപ്പോൾ അത് വാലിഡ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കാം, ചിലപ്പോൾ അല്ലാത്തതാവാം, അങ്ങനെയുള്ള എന്തൊരു കാര്യത്തിലും അവർക്കൊരു സംതൃപ്തി ഫീൽ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ഗ്രീവിയൻസ് എന്നാണ് പ്രൊഫസർ ജൂസിയസ് പറയുന്നത്. ക്ലിയർ ആണോ? സെക്കൻഡ് ഡെഫിനിഷൻ. ഓക്കെ. Third one ആണ്, according to Dale Yoder, the grievance is a written complaint filed by an employee and claiming unfair treatment. അപ്പൊ ഈ രണ്ടെണ്ണമാണ് കൂടുതൽ ചോദിച്ചിരിക്കുന്നത്, ഫസ്റ്റ് വണ്ണും ഈ തേർഡ് വണ്ണും ആണ് കൂടുതൽ ചോദിച്ച് കണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ അതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്യണേ. ബാക്കി പഠിക്കേണ്ടതല്ല, ബാക്കിയൊക്കെ വായിച്ചു വെച്ചാൽ മതി, അവരുടെ പേരുകളൊന്നും നോട്ട് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. ഈ രണ്ടെണ്ണം ചെറിയ ഡെഫിനിഷൻസ് ആണ് കൂടുതലും ചോദിച്ചു കണ്ടിരിക്കുന്നത്, അപ്പൊ രണ്ടെണ്ണം ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ ഗ്രീവിയൻസ് ഈസ് എ റിട്ടൺ കംപ്ലൈന്റ് ഫയൽഡ് ബൈ an employee and claiming unfair treatment. അതായത് ഒരു അന്യായമായിട്ടുള്ള ഒരു പെരുമാറ്റം അവകാശപ്പെട്ടുകൊണ്ട്, ഒരു അന്യായമായിട്ടുള്ള ഒരു പെരുമാറ്റം അവിടുത്തെ മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷന്റെ ഭാഗത്തുനിന്നോ ഉണ്ടായി എന്ന് അവകാശപ്പെട്ടുകൊണ്ട് അവിടുത്തെ എംപ്ലോയീസ് നൽകുന്ന ഒരു കൃത്യമായിട്ടുള്ള ഒരു എഴുതി തയ്യാറാക്കിയിട്ടുള്ള അല്ലെങ്കിൽ രേഖാമൂലം സമർപ്പിക്കുന്ന ഒരു പരാതിയെയാണ് ഗ്രീവിയൻസ് എന്നാണ് ഡെയിൽ യോഡർ പറയുന്നത്. അദ്ദേഹം പറയുന്നത് എന്താ, ഗ്രീവിയൻസ് ഇസ് എ റിട്ടൺ കംപ്ലൈന്റ് ഫൈൽഡ് ബൈ ആൻ എംപ്ലോയി. ഒരു എംപ്ലോയി രേഖാമൂലം സമർപ്പിക്കുന്ന ഒരു പരാതിയാണ് ഗ്രീവിയൻസ്. അത് എന്തവകാശപ്പെട്ടുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ ഒരു രേഖാമൂലമുള്ള ആ ഒരു പരാതിയിൽ എന്താ പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു കംപ്ലൈന്റിൽ എന്താ പറയുന്നത്, ക്ലെയിമിങ് അൺഫെയർ ട്രീറ്റ്മെന്റ്, ഒരു അന്യായമായിട്ടുള്ള ഒരു പെരുമാറ്റം ആ ഒരു കമ്പനിയുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ആ ഓർഗനൈസേഷനിലെ മെമ്പേഴ്സിന്റെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടുണ്ട് എന്ന് അവകാശപ്പെടുന്ന രീതിയിലുള്ളൊരു രേഖാമൂലം ഒരു എംപ്ലോയി സമർപ്പിച്ചിട്ടുള്ള ഒരു പരാതിയെയാണ് നമ്മള് ഗ്രീവിയൻസ് എന്നാണ് ഡെയിൽ യോഡർ പറയുന്നത്. ക്ലിയർ ആണോ? തേർഡ് ഡെഫിനിഷൻ ക്ലിയർ ആയോ? Okay. Then fourth one ആണ്, according to International Labour Organization, the grievance is a complaint of one or more workers in respect of wages, allowances, conditions of work and interpretation of service stipulations covering such areas as overtime, leave, transfer, promotion, security, job assignment and termination of service. ഇനി ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ പറയുന്നത് അവരുടെ ഡെഫിനിഷൻ പ്രകാരം ഒരു ഗ്രീവിയൻസ് എന്ന് പറഞ്ഞാൽ ഇസ് എ കംപ്ലൈന്റ്, ഒരാളോ അതിൽ കൂടുതൽ വർക്കേഴ്സ് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നൽകുന്ന ഒരു കംപ്ലൈന്റ് അല്ലെങ്കിൽ ഒരു പരാതിയാണ്. അതായത് ഇപ്പൊ ഒരു
വർക്കർ ആവാം, ഒരാളാവാം, അല്ലെങ്കിൽ മറ്റുള്ള കുറച്ച് ആളുകൾ കൂടി മോർ വർക്കേഴ്സ് ആവാം. അവര് റെസ്പെക്ട് ഓഫ് വേജസ്, അവരുടെ വേതനവുമായി ബന്ധപ്പെട്ടോ അവർക്ക് കിട്ടുന്ന അലവൻസ്, അതുപോലെ തന്നെ കണ്ടീഷൻ വർക്കിന്റെ ആ ഒരു വർക്ക് കണ്ടീഷൻ അല്ലെങ്കിൽ അവരുടെ വർക്കിന്റെ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ടോ ആ ഇന്റർപ്രിട്ടേഷൻ ഓഫ് സർവീസ് സ്റ്റിമുലേഷൻസ്, അതായത് സേവന വ്യവസ്ഥകളുടെ ആ ഒരു വ്യാഖ്യാനം, അതായത് പ്രധാനമായിട്ടും സച്ച് ഏരിയാസ് കവറിംഗ് സച്ച് ഏരിയാസ് ലൈക്ക് ഓവർ ടൈം ലീവ്. ഇപ്പൊ ചില ആളുകൾക്ക് ഓവർ ടൈം എടുക്കുമ്പോൾ നമുക്ക് എന്താണ് പേയ്മെന്റോട് കൂടിയുള്ള ഓഫുകൾ കിട്ടാറുണ്ട് ഇല്ലേ? ഓവർ ടൈം എടുക്കുമ്പോൾ അവർക്ക് എന്ത് കൊടുക്കാറില്ല, എക്സ്ട്രാ എന്താണ് ഓവർ ടൈമിന് വേണ്ടിയിട്ടുള്ള പേയ്മെന്റ് കൊടുക്കുന്നതിന് പകരം അവർക്ക് പേയ്മെന്റോട് കൂടിയുള്ള ലീവുകൾ കൊടുക്കും. കണ്ടിട്ടുണ്ട്, മിക്ക സ്ഥാപനങ്ങളും നൽകുന്നതാണ്. അവർ ഓവർ ടൈം ഒക്കെ എടുക്കുകയാണെങ്കിൽ എത്ര മണിക്കൂർ ഓവർ ടൈം ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിനനുസരിച്ച് പേയ്മെന്റോട് കൂടിയുള്ള ലീവ് അല്ലെങ്കിൽ പേ ഓഫുകൾ കൊടുക്കും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള്, അതുപോലെ തന്നെ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ പ്രൊമോഷൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ സെക്യൂരിറ്റി, അതുപോലെ തന്നെ അവരുടെ ജോബ് അസൈൻമെന്റ്സുമായി ബന്ധപ്പെട്ടോ ടെർമിനേഷൻ ഓഫ് സർവീസുമായി ബന്ധപ്പെട്ടോ ഒക്കെ അവർക്ക് എന്തെങ്കിലും കംപ്ലൈന്റുകൾ ഉണ്ടെങ്കിൽ അതിനെയാണ് ഗ്രീവിയൻസ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ ഡെഫിനിഷൻ പ്രകാരം ഒരു ഗ്രീവിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു വർക്കർ അല്ലെ ഒരു തൊഴിലാളിയോ അല്ലെങ്കിൽ കൂടുതൽ തൊഴിലാളികളോ നൽകുന്ന ഒരു കംപ്ലൈന്റ് ആണ്, ഒരു പരാതിയാണ്. അത് എന്തിനെ കുറിച്ചാണ്? അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളെ കുറിച്ചാവാം. അവരുടെ വേതനവുമായി ബന്ധപ്പെട്ടാവാം, അല്ലെങ്കിൽ അവരുടെ അലവൻസുമായി ബന്ധപ്പെട്ടാവാം, അല്ലെങ്കിൽ അവരുടെ വർക്ക് കണ്ടീഷൻ അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു വർക്ക് ചെയ്യുന്ന ഒരു അന്തരീക്ഷം അല്ലെങ്കിൽ സാഹചര്യവുമായി ബന്ധപ്പെട്ടാവാം. അതുപോലെ തന്നെ അവരുടെ സേവന വ്യവസ്ഥകളുടെ വ്യാഖ്യാനവുമായി ബന്ധപ്പെട്ട് അവരുടെ എത്രത്തോളം ഓവർ ടൈം ലീവ് കിട്ടുന്നുണ്ട്, ട്രാൻസ്ഫർ ഉണ്ടോ, പ്രൊമോഷൻസുമായി ബന്ധപ്പെട്ടോ സെക്യൂരിറ്റി, ജോബ് അസൈൻമെന്റ്സ്, അതല്ലെങ്കിൽ സർവീസുമായി ബന്ധപ്പെട്ട ടെർമിനേഷനുമായി ബന്ധപ്പെട്ടൊക്കെ ഒരു വർക്കർക്കോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ വർക്കേഴ്സിനോ എന്തെങ്കിലും പരാതികളുണ്ട് അല്ലെങ്കിൽ കംപ്ലൈന്റ്സ് ഉണ്ടെങ്കിൽ അതിനെയാണ് ഗ്രീവിയൻസ് എന്നാണ് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ പറയുന്നത്. ക്ലിയർ ആണോ ഫോർത്ത് ഡെഫിനിഷൻ? ഓക്കെ ആണോ? വേഗം ഒന്നാ 4 ഡെഫിനിഷൻസ് ഒന്ന് വേഗം നോക്കി. ക്ലിയർ ആണോ? 4 ഡെഫിനിഷൻസ് നോക്കണം കേട്ടോ. അതിൽ അവരുടെ പേരുകൾ നോക്കണം. അതിൽ ആ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ഡെഫിനിഷൻസ് വെച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. ഫസ്റ്റ് തേർഡ് വൺ അതൊന്ന് നോക്കി വെക്കണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാം. ഇത്രയും ഭാഗം ക്ലിയർ ആണെങ്കിലേ അടുത്ത ഭാഗം നിന്ന് പറയുമ്പോൾ മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് വൺ ആണ് ഫോംസ് ഓഫ് ഗ്രീവിയൻസസ്. ഗ്രീവിയൻസ് പല രൂപത്തിലുണ്ട്. ഫോംസ് ഓഫ് ഗ്രീവിയൻസസ് ആർ ആസ് ഫോളോസ്. അപ്പൊ പല രൂപത്തിലുണ്ട്. ഗ്രീവിയൻസ് എന്ന് പറഞ്ഞാൽ ഒരേ ടൈപ്പുള്ള ഗ്രീവിയൻസ് മാത്രമല്ല, പല ടൈപ്പുകളുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഫ്രാക്ച്വൽ ഗ്രീവിയൻസ്. ഫ്രാക്ച്വൽ ഗ്രീവിയൻസ് എന്ന് പറഞ്ഞാൽ the relationship of employer and employees based on the organization employment contract. ഒരു തൊഴിലാളിയും അതുപോലെ തന്നെ ഇപ്പൊ തൊഴിലുടമയായിക്കോട്ടെ അവിടുത്തെ ജീവനക്കാരായിക്കോട്ടെ അവര് തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ആ ഒരു എംപ്ലോയ്മെന്റ് കോൺട്രാക്ട് അല്ലെങ്കിൽ ആ ഒരു തൊഴിൽ കരാറുമായി അടിസ്ഥാനമാക്കി അല്ലെങ്കിൽ ആ തൊഴിൽ കരാറിനെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും. അപ്പൊ ആ ഒരു തൊഴിൽ കരാറില് പറയുന്നുണ്ടാവും ഓൾറെഡി നമ്മൾ ആ ഒരു എംപ്ലോയിയെ എടുക്കുന്ന സമയത്ത് തന്നെ ഈ പറയുന്ന ഒരു എംപ്ലോയ്മെന്റുമായി ബന്ധപ്പെട്ട ഒരു കോൺട്രാക്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ വെക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു കോൺട്രാക്റ്റില് ഓൾറെഡി എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ടാവും. The employment contract which specifies the forms that define the limit of employee's expectation from the organization to meet his requirements and expectation. അപ്പൊ അവിടെ ഒരു എംപ്ലോയിക്ക് അവരുടെ ആവശ്യകതകൾ നിറവേറ്റുന്നതിനായിട്ട് ആ സ്ഥാപനത്തിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ പ്രതീക്ഷിക്കാം, ആ പ്രതീക്ഷയ്ക്ക് വേണ്ട ഒരു
പരിധി, ലിമിറ്റ് എപ്പോഴും ആ ഒരു തൊഴിൽ കരാറിൽ പറയും. ആ ഒരു ഓർഗനൈസേഷനിൽ ഇന്ന കാര്യങ്ങളായിരിക്കും ആ ഒരു എംപ്ലോയിക്ക് ചെയ്തു കൊടുക്കുന്നത് എന്ന് കൃത്യമായിട്ട് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള നോംസ് അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ ആ ഒരു എംപ്ലോയ്മെന്റ് കോൺട്രാക്റ്റിൽ ഉണ്ടായിരിക്കും. when these expectations are not met by the organization, അപ്പൊ ആ ഒരു എക്സ്പെക്ടേഷൻ അല്ലെങ്കിൽ അവിടെയുള്ള തൊഴിലാളികളുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് അല്ലെങ്കിൽ ആ ഒരു പ്രതീക്ഷകള് ആ ഒരു ഓർഗനൈസേഷനെ നിറവേറ്റാൻ സാധിക്കാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു പ്രതീക്ഷകൾ നിറവേറ്റാൻ കഴിയാത്തപ്പോൾ ഈ എംപ്ലോയി ഗെറ്റ്സ് ഡിസപ്പോയിന്റഡ് വിത്ത് ഹിസ് ജോബ്. ആ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് അവരെന്ത് ചെയ്യുന്നു? ഡിസപ്പോയിന്റഡ് ആവുന്നു അല്ലെങ്കിൽ നിരാശരാവുകയാണ് ചെയ്യുന്നത്. ദിസ് ടൈപ്പ് ഓഫ് ഡിസപ്പോയിന്റ്മെന്റ് ഈസ് നോൺ ആസ് ഫ്രാക്ചർ ഗ്രീവിയൻസ്. ഈ തരത്തിലുള്ള ഒരു നിരാശയാണ് നമ്മൾ ഫ്രാക്ചർ ഗ്രീവിയൻസ് എന്ന് പറയുന്നത്. ദീസ് ഗ്രീവിയൻസസ് ആർ ഡ്യൂ ടു ഫോൾട്ടി ഇംപ്ലിമെന്റേഷൻ ഓഫ് ഓർഗനൈസേഷണൽ പോളിസി. അവിടെയുള്ള ഓർഗനൈസേഷണൽ പോളിസികളുടെ തെറ്റായിട്ടുള്ള അവിടുത്തെ നടപ്പിലാക്കലാണ് ഇതിന് പ്രധാനമായിട്ട് കാരണം. ഫോർ എക്സാമ്പിൾ, എംപ്ലോയീസ് വെർ ടോൾഡ് they would receive a salary increase after a year. ഇപ്പൊ നമ്മളൊരു തൊഴിലുമായി ബന്ധപ്പെട്ട് നമ്മളെ അവിടെ ജോലിയിലേക്ക് എടുക്കാം. അപ്പൊ നമ്മളോട് എംപ്ലോയീസും നമ്മളും തമ്മിൽ കുറെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ട് ഓക്കെ ഒരു ധാരണയിൽ എത്തിയിട്ടല്ലേ ആ ഒരു എംപ്ലോയ്മെന്റിന് വേണ്ടി നമ്മൾ പ്രവേശിക്കുന്നത് അല്ലേ? വെറുതെ നമുക്ക് സാലറിയുടെ എത്രത്തോളം ഉണ്ടാവും, വീക്കിലി നിങ്ങൾക്ക് മന്ത്ലി എത്ര ലീവ് ഉണ്ടാവും, ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഒരു കോൺട്രാക്ട് പോലെ പറഞ്ഞ് നമ്മൾ ഓക്കെ